ഹലോ ഗുഡ് മോർണിംഗ് എവരിബഡി മൈ SSLC കുട്ടികളെ. നമ്മളിന്ന് സ്കോളർഷിപ്പിൻ്റെ രണ്ടാം ഭാഗത്തോട്ട് പ്രവേശിക്കാം. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്താണെന്ന് നമുക്കറിയാം. സ്കോളർ ആകുമ്പോൾ കിട്ടുന്ന ഷിപ്പ് കപ്പലല്ല. നമ്മൾ കണ്ടു ദർ ഇസ് എ യെസ് റെപ്രസെൻറ്റ് സ്കോളർ ആൻഡ് ദ ലെറ്റർ നെയിം റിട്ടേൺ ഇൻ ദ പോക്കറ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ട് 3 കുഞ്ഞു പാരഗ്രാഫ് പഠിച്ചു. ഇനി 4ാമത്തെ പാരഗ്രാഫിലോട്ട് നമ്മൾ പ്രവേശിക്കാം. നോക്കാം. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താണ് മാർത്ത പറയാൻ പോകുന്നു എന്ന് നോക്കാം. In May, close to graduation, spring fever had struck as usual with a vengeance. Vengeance ദേഷ്യം മാത്രമാണ്. എന്തോ മുൻവൈരാഗ്യമുള്ളതുപോലെ ചെയ്യുന്ന പ്രവൃത്തി. ഇവിടെ മുൻവൈരാഗ്യമല്ല. ഇവിടെ എന്ന് പറയുന്നത് സാധാരണ ഉള്ളതിനേക്കാൾ എക്സ്പെക്റ്റഡ്, പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വലിയ തോതിലുള്ള എന്ന അർത്ഥമാണ് പറഞ്ഞത്. ഇവിടെ വലിയ തോതിലുള്ള ഫീവർ, സാധാരണ ഉണ്ടാകുന്നതെന്നും വലിയ തോതിലുള്ള ഫീവർ. ഇൻ മെയ്, അത് മേയിലാണ്. ക്ലോസ് ടു ഗ്രാജുവേഷൻ, അതായത് ഗ്രാജുവേഷൻ തീരാറായ സമയത്ത്, 8ാമത്തെ വർഷം തീരുന്ന സമയത്ത്, മേയിലാണ്. സ്പ്രിംഗ് ഫീവർ, വസന്തകാലത്തിലുണ്ടാകുന്ന ഫീവർ, പനി. സാധാരണ നമുക്ക് ഓരോ കാലത്തും പ്രത്യേകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ, പകർച്ചവ്യാധികൾ ഉണ്ടാകാറുണ്ട് അല്ലേ? മഴക്കാലത്ത് പ്രത്യേകമായിട്ടുണ്ടാകും. മഴക്കാലം കഴിയുമ്പോൾ, പിന്നെ അത് ഉഷ്ണകാലം വരുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് വിഷമമുണ്ടാകും. നിങ്ങൾ പാലക്കാടിലൊക്കെ പോവുകയാണെങ്കിൽ ഉഷ്ണകാലത്ത് നല്ല ഉഷ്ണക്കാറ്റ് വരും. ഞാനവിടെ ജോലിയുണ്ട്, പാലക്കാട് വിക്ടോറിയ കോളേജിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിറ്റൂർ, അത് പാലക്കാട് ജില്ലയിലാണ്. ചിറ്റൂർ ഒരു ഗവൺമെൻറ് കോളേജുണ്ട്. അവിടെ ഏതാണ്ട് ഒരു 3 മാസക്കാലം ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഭയങ്കര ഉഷ്ണക്കാറ്റ് നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിൽ നല്ല പുറത്ത് നിൽക്കുകയാണെങ്കിൽ പുറത്ത് ഇപ്പോൾ എവിടെ നിന്നാലും ദേഹമൊക്കെ മുരിഞ്ഞ് ചൂട് കാറ്റാണ്. പിന്നെ പൊടിക്കാറ്റൊക്കെ ഉണ്ടാവും. ഓരോ ക്ലൈമറ്റ്, ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് അപ്പോഴും ഭയങ്കര പ്രശ്നമാണ് ഈ സമയത്തൊക്കെ. ഓരോ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് വൈവിധ്യമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇവിടെ സ്പ്രിംഗ് കാലത്തൊരു പനി ഉണ്ടായി. ഹാഡ് സ്ട്രക്ക് ആസ് യൂഷ്വൽ വിത്ത് എ വെഞ്ചിയൻസ്, എന്തോ ദേഷ്യഭാവത്ത് വന്നതുപോലെ. അതായത് സാധാരണ ഉണ്ടാകുന്നതിനെക്കാട്ട് കുറച്ച് കൂടുതലായിട്ടുള്ള വസന്തകാല പനി മേയിൽ ഉണ്ടായി. അപ്പോൾ ഇവരുടെ ഗ്രാജുവേഷൻ ഇറ്റ് ഈസ് ക്ലോസ് ടു ദ അക്കാഡമിക് ഇയർ. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്. ഈ സമയത്ത് ആരും ക്ലാസ്സിൽ വളരെ ശ്രദ്ധ കൊടുത്തില്ല. കാരണം പനിയല്ലേ, പകർച്ചവ്യാധി പനിയല്ലേ. അപ്പോൾ ഈ പനി, അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന പനി സമയത്ത് അവിടെ ക്ലാസ് നടക്കുന്നു എന്നുള്ള കാര്യമാണ് അല്ലേ? സാധാരണ പനി ഉള്ളപ്പോഴേ ക്ലാസ്, പിന്നെ ചെറിയ ചെറിയ പനിയൊക്കെ ഉണ്ടെങ്കിൽ ആരും പാരൻസ് പോലും പിള്ളേരെ വീട്ടിൽ ഇരുത്തത്തില്ല. നേരെ ചെന്ന് ക്ലാസ്സിൽ സ്കൂളിൽ പോയിരുന്നു കൊണ്ട് എന്തുവാണ് അവിടെ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല. പനി ഒന്ന് 7 പേർക്ക് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെയുള്ള പാരൻസ് നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ ഹോസ്റ്റൽ താമസിക്കുന്നവരാണെങ്കിൽ തന്നെയും ക്ലാസ് നടക്കുന്നത് നമുക്ക് ഇതിൽ സൂചന ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ട്രഡീഷൻ. നല്ലൊരു ട്രഡീഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ പനി ബാധിക്കുന്ന സമയത്ത് ഇനി ഇവർക്ക് പനി ബാധിച്ചോ എന്ന് നമുക്ക് ഉറപ്പില്ല. എന്തായാലും പനിക്കാലമാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആരും ക്ലാസ്സിന് വളരെ ശ്രദ്ധ കൊടുത്തില്ല. ഇൻസ്റ്റഡ്, പകരം വി സ്റ്റേഡ് ഔട്ട് ഓഫ് ദി വിൻഡോസ്, ഞങ്ങൾ ജനലിടയിലൂടെ വായി നോക്കിക്കൊണ്ടേയിരിക്കും. സാധാരണ അങ്ങനെയാണ്. നമ്മൾ ഈ പിള്ളേരൊക്കെ അങ്ങനെയാണ്. ചില ഇഷ്ടമില്ലാത്ത ക്ലാസ്സൊക്കെ വരികയാണെങ്കിലോ, ഇഷ്ടമുള്ള ക്ലാസ് വന്നാലും ചില ആൾക്കാർ വായി നോക്കിയില്ലെങ്കിലും ഒരു പ്രശ്നം, ഒരു മനസ്സിന് ഒരു മനസ്താപം പോലെയാണ്. നമ്മൾ ഇവിടെ നടത്തുമ്പോൾ അറിയാം, ഒരു 7 പേര് ക്ലാസ് ഇരുന്നാലും ഒരു 5 എണ്ണം അങ്ങോട്ട് ഇങ്ങോട്ട് പോകണം എന്ന് ഉടനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് വെക്കുമ്പോൾ വായി നോക്കുന്ന പാർട്ടികൾ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലും
നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഞാൻ എവിടെയൊക്കെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടോ അതൊക്കെ ഈ വായന വയ്ക്കുന്ന പരിപാടി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു സ്റ്റുഡൻസ് ഹാബിറ്റാണ്. അപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴും എൻ്റെയും ജോലി ഇതൊക്കെ തന്നെയായിരുന്നു. ഇഷ്ടമില്ലാത്ത ക്ലാസ് വരുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഞാൻ കാണിച്ചുകൊണ്ട് എനിക്കും തിരിച്ച് കിട്ടുമല്ലോ, അല്ലേ? അതാണ് ഇന്ന് നീ നാളെ ഞാൻ. എന്ത് അർത്ഥവത്തായ പഴഞ്ചൊല്ലാണ്. അപ്പോൾ ഞങ്ങൾ ജനലിലൂടെ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ വായി നോക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ട വാക്കാണ്. അവർ ജനലിലൂടെ ചുമ്മാ ഇരുന്ന് സമയം കളയും. ആൻഡ് അറ്റ് ഈച്ച് അതർ പരസ്പരം വായി നോക്കുക. ടീച്ചർ അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ജനലിലൂടെ ഒക്കെ നോക്കി സമയം കളയും ഈ പനി സമയത്ത്. വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് സ്കൂൾ. എത്രയും ദിവസം ഇത്രയും മേലായി, ഇത് 3-4 ആഴ്ചയോടെ ഉള്ളൂ. അപ്പോൾ ആഴ്ച എങ്ങനെയെങ്കിലും താണ്ടി കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും 4 ആഴ്ച പോയി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ബാക്കി വരുന്ന അക്കാഡമിക് ബാക്കി ദിവസങ്ങൾ ആഴ്ചകളോടെ തീർന്നാൽ മതി. അപ്പോൾ ആകുമ്പോഴും മേലുള്ള മാസത്തിലെ ആഴ്ചകളായിരിക്കണം ഇവർ ഉദ്ദേശിക്കുന്നത്. ആ മാസത്തിലെ ആഴ്ചകൾ എത്രയും വേഗം പോയി കിട്ടിയെങ്കിൽ എന്നുള്ള മനസ്താപത്തോടുകൂടി ഇരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐ ഡെസ്പെയർഡ് എവറി ടൈം ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൻ്റെ കാര്യം, പനിക്കാലത്തിലെ ക്ലാസ്സിൻ്റെ അസ്വസ്ഥമായ ക്ലാസ്സിൻ്റെയും അസ്വസ്ഥമായ മനസ്സിൻ്റെയും കഥ പറഞ്ഞിട്ട് അവളിലോട്ട് വരികയാണ്. ഐ ഡെസ്പെയർഡ്, ഞാൻ എപ്പോഴും അസ്വസ്ഥയായിരുന്നു. എവറി ടൈം ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ, ഞാൻ കണ്ണാടിയുടെ മുമ്പേ നിൽക്കുമ്പോൾ എപ്പോഴും ഞാൻ അസ്വസ്ഥത ഉണ്ടാകുന്നു, എനിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു. എന്താണ് കാരണം? പെൻസിൽ തിൻ. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ നോക്കൂ പെൻസിൽ പോലെ ഇരിക്കുന്ന എൻ്റെ ദേഹം നോക്കൂ, എൻ്റെ കൈ നോക്ക്, ഒരു ഞരം പോലെ ഇരിക്കുന്നില്ലേ, പെൻസിൽ പോലെ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ കണ്ണാടി കൂടെ അവൾ നോക്കി പറയുകയാണ് എൻ്റെ ദേഹം പെൻസിൽ പോലെ, അവൾ വളരെ തിന്നാണ് അവൾ എന്ന് മനസ്സിലാക്കുകയാണ്. നോട്ട് എ കർവ് എനിവെയർ, ശരീരത്തിൽ ഒരു കർവും ഇല്ല. കർവ് എന്ന് പറഞ്ഞാൽ വളവ്. എഴുതിയ മാർത്തയ്ക്ക് അറിഞ്ഞൂടെ കളവിയാകുമ്പോഴാണ് കർവ് വരണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ചായിരിക്കണം. ഇപ്പം നമ്മൾ അപ്പുമാരിങ്ങനെ കൂനിങ്ങളാക്കില്ലേ, ഇങ്ങനെ എന്ന് പറയാനായിട്ടില്ലേ. അപ്പം മാർത്ത എന്തുദ്ദേശിക്കുന്ന എഴുതിയെന്നറിയില്ല. ഇനി അവിടെ വണ്ണം പറഞ്ഞവരെല്ലാം വളഞ്ഞു കൂടി വരുമെന്നുള്ള അറിയാമല്ല. ഇനി വണ്ണം കുറഞ്ഞവരൊക്കെ വളമുള്ളവരാണ് നൈജീരിയയിലുണ്ടോ എന്ന് നമുക്കറിയാമില്ല. നൈജീരിയയിലല്ല, അമേരിക്കയിലുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ഇപ്പം എന്തായാലും മാർത്ത അങ്ങനെ പറയുന്നത്, ഞാനൊരു കണ്ണാടി മുമ്പ് നിൽക്കുമ്പോൾ ഞാൻ തന്നെ അസ്വസ്ഥനാവുണ്ട്. എൻ്റെ ഈ ഉണക്ക ശരീരം ഞാൻ കണ്ണാടി കൂടെ നോക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥനുണ്ട്. എന്നെ എല്ലാവരും വിളിക്കുന്ന എന്താണ്? ബീൻ എന്ന് പറഞ്ഞാൽ അറിയാം, ബീൻസ്, നീണ്ട നിൽക്കുന്ന സാധനം, നമ്മുടെ പച്ചക്കറി സാധനം. അപ്പോൾ അതിനെ ചേർത്തങ്ങനെ പറയുന്നു. ബീൻ പോലെ ഇരിക്കുന്ന സ്ട്രിങ്, ബീൻ പോലെ, രണ്ട് വാക്കിൻ്റെ അർത്ഥം മെലിഞ്ഞ എന്നുള്ള അർത്ഥമാണ്. മെലിഞ്ഞ കുട്ടിക്ക് പേർക്കാണ് ബീൻ ബോൾ. നിങ്ങൾ പേര് ഓർത്ത് വെച്ചാൽ നിങ്ങൾ മെലിഞ്ഞ കുട്ടിക്ക് ഇടാൻ വേണ്ടി തിരിച്ചും കിട്ടുന്നുള്ള അർത്ഥമാണ്. ബീൻ പോൾ, സ്ട്രിങ് ബീൻ, ആൻഡ് ഐ ന്യൂ ദാറ്റ് ഇസ് വാട്ട് ഐ ലുക്ക്ഡ് ലൈക്ക്. എനിക്കറിയാം എന്നെ ഇങ്ങനെ ബീൻ പോളെന്നും സ്ട്രിങ് ബീൻ എന്നും എന്നെ വിളിക്കുന്നു. എൻ്റെ ശരീരം ഇങ്ങനെ ഉളക്ക പോലെ ഇരിക്കുന്നു. പക്ഷെ എനിക്കറിയാം ഞാൻ അങ്ങനെ തന്നെ ഇരിക്കണം, എന്ത് ചെയ്യാൻ. പക്ഷേ ആൾക്കാരിങ്ങനെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അസ്വസ്ഥ ആകാറുണ്ട്. ഞാൻ കണ്ണാടി മുമ്പ് ആൾക്കാരെ വിളിക്കുമ്പോൾ ഞാൻ വീണ്ടും കണ്ണാടി ചെന്ന് നോക്കും. അവർ പറയും പോലെ എൻ്റെ ശരീരം ഉണക്കയാണ്, ഇവിടെയൊക്കെ ഒട്ടിയിരിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ മോശമാണ് അല്ലേ. സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ച് അവൾ കണ്ണാടി കൂടെ നോക്കി അസ്വസ്ഥത വരുത്താറുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്നതാണ്, ഞാനൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഹ്യൂമൻ ടെൻഡൻസീസാണ്. That really wasn't much for a 14-year-old at work with. ജോലി ചെയ്യുന്നതിനോ, 14 വയസ്സായ കുട്ടിക്ക് ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിനോ ഇതൊന്നും പ്രശ്നമല്ല.
ഈ കുട്ടിക്കാലത്ത്, ഇവരുടെ ഈ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ കുട്ടിക്കാലമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഐ വാസ് ആൾസോ എ തിൻ, വളരെ ഞരമ്പായിരുന്നുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ ഒന്നുമില്ല, പക്ഷെ 1-2 കാണും. നിങ്ങൾ അന്തം വിട്ടു പോകും, ഇതാണോ? ഇപ്പോഴും വലിയ വണ്ണമൊന്നുമില്ല കേട്ടോ. അതേ ഞാൻ ഇപ്പോഴും നിങ്ങൾ എലുമ്പനായിട്ട് വണ്ണം കുറഞ്ഞ ആളാണ് എന്നെ കാണാൻ സാധിക്കുന്നത്. കുട്ടിക്കാലത്തെ അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കൊരു കണ മാത്രം കുറച്ചൊക്കെ ശരീരമൊക്കെ വർണ്ണിച്ചു വന്നു. പക്ഷെ അത് വളരെ കഠിനമായ വ്യായാമം ചെയ്താൽ കുറച്ചു. അത് ഒരു വിവാഹം കഴിഞ്ഞ് ഒരു 2-3 വർഷം, 3-4 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആഹാരം നന്നായിട്ടൊക്കെ കഴിച്ചു വന്നപ്പോൾ കയറി എക്സസൈസിൻ്റെ പരിമിതിയും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ശരീരം കയറി ഇവിടെയൊക്കെ നല്ല തുടുത്ത് നല്ല ഒരു പോസായി. പക്ഷെ എനിക്കെന്നെ തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പിന്നെ കഠിനമായ ഡയറ്റ്, കഠിനമായ അധ്വാനം, കായികശേഷി, അതിലൂടെയാണ് പിടിച്ചു നിന്നത്. പിന്നെ ആ രീതിയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും പറയും, നീ എന്തിനാ ഇങ്ങനെ ഉണങ്ങി പണേ? എൻ്റെ ബന്ധുക്കൾ കാണുമ്പോൾ ചോദിക്കും, നീ എന്തിടേ ഇങ്ങനെ ഉണങ്ങി പണേ? നീ തീറ്റ ഒന്നുമില്ലടേ, നിൻ്റെ ഭാര്യ എനിക്ക് തീറ്റ ഒന്നും തരത്തില്ലടേ. നമ്മളെ ബന്ധുക്കൾ അറിയാമല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കും. എനിക്കറിയാം ഞാൻ എന്താണെന്നുള്ള കാര്യം. ഐ വാണ്ട് ടു കീപ് ഓൾവേസ് സ്ലിം. ഞാൻ എപ്പോഴും സ്ലിം ആകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കഠിനമായ എക്സസൈസുകൾ കണ്ടിന്യൂ ചെയ്യുന്ന ആളാണ്. ആസ് മച്ച് ആസ് പോസിബിൾ, എത്രത്തോളം പറ്റുമോ അത്രത്തോളം. ഇത് കിടക്കലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. വാണ്ട് ടു കീപ് ദ സ്ലിംനെസ്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ കോളേജ് ക്യാമ്പസിലൊക്കെ മറ്റുള്ളവരൊക്കെ നല്ല ബ്യൂട്ടി, നല്ല ഒന്നാം തരം സ്റ്റൈലിലൊക്കെ ആടി നടക്കുന്ന ആൾക്കാർ, അതിൻ്റെ കൂടെ ഞാൻ എലുമ്പോ നിൽക്കുമ്പോൾക്ക് അവർ ബീൻസ് എന്നൊക്കെ വിളിച്ച് കളിയാക്കുമ്പോൾ എനിക്ക് പൊതുവെ വിഷമം ഉണ്ടാവും. ആ വിഷമം ഇവിടെ പറയുകയാണ്. അപ്പോൾ ഈ എലുമ്പത്തരമ്പ് എന്ന് പറയുന്നത് ഒരു 14 വയസ്സിൽ എനിക്ക് ആ പ്രായത്തെ ജോലിയൊന്നും ചെയ്യാനൊന്നും പ്രശ്നമേ അല്ല. ഐ തോട്ട് ആസ് ഐ ആബ്സെൻറ്റ് മൈൻഡഡ്ലി, ഞാൻ ആബ്സെൻറ്റ് മൈൻഡ് എന്നറിയാം, ശ്രദ്ധക്കുറവുകൂടെ, നമ്മളെ പിന്നെ പരിസര ബോധമില്ലാതെ, ആണ് ആബ്സെൻറ്റ് മൈൻഡ് എന്ന് പറയുന്നത്. പരിസര ബോധമില്ലാതെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് അവൾ കണ്ണാടി നോക്ക്, അവളെ കുറിച്ച് ഇങ്ങനെ കളിയാക്കി പറയുന്നതിനെക്കുറിച്ച് അവൾ അസ്വസ്ഥതയാകുന്നതോടൊപ്പം തന്നെ അവർ വിളിക്കുന്നതനുസരിച്ച് ഞാൻ രൂപം കുറഞ്ഞതാണ്. എന്നാലും അവൾ അവിടെ മനസാന്നിധ്യമില്ലാതെ അവളിങ്ങനെ ചിന്തിച്ചു. വാണ്ടേഡ് ഫ്രം മൈ ഹിസ്റ്ററി ക്ലാസ്, അവൾ ഹിസ്റ്ററി ക്ലാസ് കഴിഞ്ഞിട്ട് വാണ്ടേഡ് അലഞ്ഞ് നടക്കുക എന്നുള്ള, ഇവിടെ അലഞ്ഞ് നടക്കുക എന്നല്ല, അവൾ ഹിസ്റ്ററി ക്ലാസ് കഴിഞ്ഞത് ജിം ക്ലാസ്സിലോട്ട് പോകുന്ന വഴി, ക്ലാസ് ടു ദ ജിം. അപ്പോൾ ജിം ക്ലാസ്സിലോട്ട് പോകുന്ന വഴിയിൽ ഇവളെ ശരീരത്തെക്കുറിച്ചുള്ള ആകൃതിയും കണ്ണാടി കൂടെ നോക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പോവുകയാണ്. I thought as I absent-mindedly wandered from my history class to the gym. ഹിസ്റ്ററി ക്ലാസ് എന്ന ജിമ്മിലോട്ട് പോകുമ്പോൾ അവൾ അവിടെ ആ കോലത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് പോവുകയാണ്. Another hour of sitting in basketball and displaying my toothpick legs was coming up. അർത്ഥം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? Another hour of sitting, 1 മണിക്കൂർ വേർപ്പാണിത്. എങ്ങനെ വേർപ്പാണ്? ഇൻ ബാസ്കറ്റ് ജിമ്മിൽ പോയിട്ട് ബോൾ കളിക്കലാണ് അടുത്ത ജോലി, അടുത്ത പീരീഡ് അതാണ്. അപ്പോൾ അവർ പീരീഡ് ഒരു അക്കാഡമിക്കിൻ്റെ ഒരു ഭാഗമാണ് കളി എന്ന് പറയുന്നത്. പല രീതിയിലുള്ള കളി ജിമ്മുണ്ട്. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള പിന്നെ സ്പോർട്സ് ആയിരിക്കണം. ബാസ്കറ്റ്ബോൾ ആൻഡ് ഡിസ്പ്ലേയിങ് മൈ ടൂത്ത് പിക്ക് ലെഗ്സ് വാസ് കമ്മിങ് അപ്പ്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നതിന് കാണിക്കുക എൻ്റെ ടൂത്ത് പിക്ക്, എലുമ്പ് പോലുള്ള കല്ല്, കോഴിക്കാൽ. ഇവിടെ കോഴിക്കാലല്ല ഉദ്ദേശിക്കുന്നത്. ടൂത്ത് പേസ്റ്റ് അറിയാം, ടൂത്ത് പേസ്റ്റ് അല്ലേ, പിന്നെ ടൂത്ത് സ്റ്റിക്ക് അറിയാമല്ലോ, നമ്മൾ പല്ല് കഴിക്കണ ബ്രഷ്, ടൂത്ത് ബ്രഷ്. ആ ബ്രഷ് കോല് പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ കോല് പോലത്തെ കാല് വിട്ടി ഡിങ് 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 എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ ബാസ്കറ്റ് ബോൾ. അതും ചെറിയ സ്ട്രോ ആയിട്ടാണ്, ട്രൗസർ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം വെളിയിൽ കാണും. അപ്പോൾ ചെറിയ ട്രൗസർ ഇട്ടുകൊണ്ടാണ് ബാസ്കറ്റ് ബോൾ കളിക്കുന്നത്. നിങ്ങൾ കളി കണ്ടിട്ടുണ്ടാകും.
അപ്പോൾ ബാക്കിയെല്ലാം ഓപ്പൺ ആക്കിയിട്ടും കൊണ്ട് എൻ്റെ ഈ ഉണക്ക കാലും കാണിച്ചുകൊണ്ടുള്ള കളിയാണ്. അപ്പോൾ ഇവൾ സ്വന്തം ശരീരത്തെ അവിടെ അധിക്ഷേപിച്ചുകൊണ്ട് അവിടെ ആ ഡെസ്പറേറ്റ് മൈൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എൻ്റെ ഉണക്ക കാലും കാണിച്ചുകൊണ്ട് ഞാൻ ബാസ്ക്കറ്റ് ബോൾ ഇങ്ങനെ കളിക്കണം എന്ന് അവൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്ന് ജിമ്മിലോട്ട് പോകുന്ന ആ വഴിയിലാണ് അവൾ ചിന്തിക്കുന്നത്, ഇനി അടുത്ത 1 മണിക്കൂർ ബാസ്ക്കറ്റ് ബോൾ കളിയാണ്, എൻ്റെ ഉണക്ക കാലും കാണിച്ചുകൊണ്ട് ഗുങ്കു എന്ന് പറഞ്ഞാൽ കളിക്കണം. ഇനി then I remembered my P. ഉടനെ ഞാൻ ആലോചിച്ചു, എൻ്റെ പി ഫിസിക്കൽ സ്പോർട്സ് ഡ്രസ്സ് ഷോർട്സ് ഉണ്ട്. were still in a bag under my desk where I had forgotten. അവിടെ ഹാഡ് എന്നാണ് പറയുന്നത്, I had forgotten them. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ സ്പോർട്സ് ഇപ്പോൾ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകുമ്പോൾ സ്പോർട്സ് ഡ്രസ്സ് വേണമല്ലോ, പി ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ പി ഡ്രസ്സ് ഞാൻ എടുക്കാൻ വിട്ടുപോയല്ലോ, അയ്യോ അത് ഡെസ്കിൻ്റെ അടിയിൽ എൻ്റെ ബാഗിലിരിക്കുകയാണല്ലോ എന്നവൾ ഓർക്കുന്നു. അപ്പോൾ then I remembered my P ഷർട്ട്സ് അല്ല ഷോർട്സ്, SHORTS, അത് സ്പോർട്സ് ഡ്രസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. were still in a bag under my desk where I had forgotten them. ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്, ഡെസ്കിനടിയിൽ അവിടെ ഇരിക്കുകയാണല്ലോ. I had to walk all the way back and get them. ഇപ്പം ഞാൻ വന്ന വഴിയെല്ലാം തിരിച്ചു പോകണം. ഞാൻ ഹിസ്റ്ററി ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിലോട്ട് വന്നു. അവിടെ ഇനിയിപ്പോൾ ആ വരുന്ന വഴിക്കാണ് ഇവിടെ കോലത്തെക്കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നത്. അപ്പോഴാണ് സ്പോർട്സിനെ ഇനി അടുത്ത 1 മണിക്കൂർ സ്പോർട്സാണ്, സ്പോർട്സ് ഡ്രസ് ഇല്ലല്ലോ, ഞാനവിടെ എടുക്കാൻ മറന്നു പോയല്ലോ എന്ന കാര്യം ഓർക്കുന്നത്. ഇനി തിരിച്ച് എടുക്കാൻ വേണ്ടി അവിടെ പോകണം. I had to walk all the way back to get them. അത് തിരിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി ഇനി ഞാനത് തിരിച്ചതേപോലെ നടന്ന് പോകണം. കോച്ച് തോംസൺ വാസ് എ റിയൽ ബെയർ ഇഫ് സമ്മൺ വാസ് ഇൻട്രസ്റ്റ് ഫോർ പി. അപ്പോൾ സ്പോർട്സ് ഡ്രസ്സിൽ പോയില്ലെങ്കിൽ കോച്ച് തോംസൺ ആണെങ്കിൽ ഭയങ്കര കരടിയെ പോലെയാണ്, അവൾ രുദ്രാക്ഷ യക്ഷിയെ പോലെയാണ്, കരടിയെ പോലെ കിടന്ന് അട്ടഹസിക്കുന്ന ആളാണ്. ഒറ്റെണ്ണം പോലെ ഇങ്ങനെ കയറി പോരുന്നത് സ്പോർട്സ് ഡ്രസ്സില്ലാതെ എന്നൊക്കെ അങ്ങ് ശിക്ഷയും കൊടുക്കും. ചില ആൾക്കാർ ശിക്ഷയും കൊടുക്കും, സ്പോർട്സ് ഡ്രസ്സില്ലാതെ ഇങ്ങനെ കയറി പോരുത്, എല്ലാത്തിനെയും ഈ വെളിയിലാക്കളെന്ന് പറയും. വെളിയിലാക്കുക മാത്രമല്ല ശിക്ഷയും കൊടുക്കും. ശിക്ഷ എനിക്ക് പോലീസ് ട്രെയിനിങ്ങിൽ കോളേജിൽ ശിക്ഷ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം ഡെയിലി ഷേവ് ചെയ്യണം. അവിടെ ഡെയിലി ഷേവ് ചെയ്ത് മീശ കട്ടിക്ക് വയ്ക്കാൻ പാടില്ല. മീശ കട്ടിക്ക് വയ്ക്കുകയാണെങ്കിൽ പണിഷ്മെൻറ്റാണ്. ഹൃദാവ് വയ്ക്കാൻ പാടില്ല. എല്ലാം ക്രോപ്പ് ചെയ്ത് ഇത്ര നീളമേ മുടി വയ്ക്കാൻ പാടുള്ളൂ. മുടി നീളം ഉണ്ടെങ്കിൽ പിന്നെ ഇൻസ്പെക്ഷൻ പീരീഡുകളുണ്ടാവും. ഇൻസ്പെക്ഷൻ പീരീഡ് അവിടെ തല മുടി ഇങ്ങനെ പിടിച്ച് നോക്കും. നീണ്ടടക്കാണെങ്കിൽ ഉടനെ പണിഷ്മെൻറ്റാണ്. അപ്പോൾ എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടിയത് ഒരുപാട് പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ ഇപ്പോൾ പറയാം. പിന്നെ ഇതിന് ഷേവ് ചെയ്യാത്തതുണ്ട്. തോക്കം പിടിച്ചുകൊണ്ട് 3 റൗണ്ട് മക്ക ഓടണേ. തോക്കം പിടിച്ചുകൊണ്ട് 1 റൗണ്ട് ഓടുമ്പോൾ തന്നെ പത വരും. 3 റൗണ്ട് ഓടിച്ചിട്ട് ഇനി മേലാൽ ഷേവ് ചെയ്യാതെ വന്നു വരുന്നത് ക്ലീൻ ഷേവ് ആയിരിക്കണം. തലമുടി ക്രോപ്പ് ചെയ്തിട്ടേക്കണം എപ്പോഴും. അവർ പറയണത് ഇവിടെ ഒക്കെ നല്ല വെളുത്തിരിക്കണം, ശകലം മുടി മാത്രം വെച്ചിട്ട് ബാക്കി. ഇതാണ് ട്രെയിനിങ് സമയത്തെ ഇവിടെ മാത്രം ശകലം മുടി ഇങ്ങനെ കാണും ഈ ഭാഗത്ത്. അപ്പോൾ ഇതുപോലെ സ്പോർട്സ് ഡ്രസ് കിട്ടില്ലെങ്കിൽ അവൾ പണിഷ്മെൻറ്റ് കൊടുക്കും. അത് കരടിയെ പോലെയാണ്. കരടിയെ പോലെ ആയിക്കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് കിട്ടുമെന്നുള്ളൊരു ഉറപ്പ്. Coach Thompson was a real bear if someone was interested for P. She had said, I was a good forward and even tried to talk grandma into letting me join the team once. ഒരിക്കൽ അവിടെ എന്ന് പറയുന്നത് കോച്ച് തോംസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷീ ഹാഡ് സെറ്റ് ഐ വാസ് എ ഗുഡ് ഫോർവേഡ്, ഞാനൊരു നല്ലൊരു ഫോർവേഡ് കളിക്കാരിയാണ്. കളിയിലെ ആണ് ഫോർവേഡ് കളി എന്ന് പറയുന്നത്. ഫോർവേഡ് മുമ്പോട്ട് കളിക്കുന്ന ആ കളിക്കാരനാണ്. ഫുട്ബോളിലുണ്ട്, ഇതിലുമുണ്ട്. ഫോർവേഡ് കളിക്കാരിയാണ്. ആൻഡ് ഈവൻ ട്രൈഡ് ടു ടോക്ക് ഗ്രാൻഡ്മ, അമ്മമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഇൻ ലെറ്റ് മീ ജോയിൻ ദ ടീം വൺസ്, ഇവിടെ അവിടുത്തെ കോളേജിലെ ടീമിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലെ ടീമിലേക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരിക്കൽ അമ്മമ്മയോട് പറയാൻ ശ്രമിച്ചു. ഓഫ് കോഴ്സ് ഗ്രാൻഡ്മ സെഡ് നോ. അങ്ങനെ ശ്രമിച്ചപ്പോൾ അമ്മമ്മ പറഞ്ഞു, പറ്റില്ല, എന്നെ മോളെ വിടാൻ പറ്റില്ല, അവിടെ അവിടെ ജീവിക്കാൻ നിവർത്തിയില്ല. എൻ്റെ സ്പോർട്സ് ഡ്രസ്സ് നമുക്കറിയാം, സ്പോർട്സ് ഡ്രസ്സ് വാങ്ങിക്കാൻ പോലും നിവർത്തിയില്ല. അത് കുടുംബമാണെന്ന് നമുക്ക് മനസ്സിലായി. സെയിം അനുഭവം എൻ്റെതാണ്. അപ്പോൾ എനിക്കും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ സ്ഥിതി വിശേഷങ്ങൾ അനുവദിച്ചില്ല.
പിന്നെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പോകാൻ പാടില്ല. ക്ലാസ് കഴിഞ്ഞ ഉടൻ കാരണം ബസ്സിൻ്റെ കാര്യം നോക്കണം, മറ്റേ കാര്യം നോക്കണം, ഒന്നിനും വിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പം ഈ മാർത്ത പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ചതാണെന്നുള്ള കാര്യം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട്. അപ്പം എന്ത് സ്വാഭാവികമായിട്ടും എതിർത്തത് അവൾക്ക് നല്ല എജയിലാണ്, നല്ല സ്പോർട്സ് കളിക്കാരിയാണ്, ഇവർക്ക് ഫോർവേഡ് കളിക്കാരിയാണ്, അപ്പോൾ ടീമിൽ നന്നായി ശോഭിക്കും എന്ന് കോച്ച് പറഞ്ഞിട്ട് പോലും അമ്മമ്മ സമ്മതിച്ചില്ല. ബിക്കോസ് ഓഫ് ദി പുവർനെസ്, അവർ പാവപ്പെട്ടവരായതുകൊണ്ടാണ്. കാരണം നേരത്തെ പറഞ്ഞാൽ അവിടെ ഒരേ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റാണ്. അവർക്ക് ജാക്കറ്റ് വാങ്ങാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കളിക്കാൻ പോകാത്തതെന്നും സ്പോർട്സ് ചേരാത്തതെന്ന് മനസ്സിലാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മമ്മ അതിനെ എതിർക്കും. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മൾ ഇത്രയുമാണ് പഠിച്ചത്. അപ്പോൾ അവളെക്കുറിച്ച് പറഞ്ഞിട്ട് ഹിസ്റ്ററി ക്ലാസ് കഴിഞ്ഞ് ജിമ്മിലോട്ട് പോകുന്ന വഴിയിൽ അവൾ സ്പോർട്സ് ഡ്രസ് എടുക്കുന്ന കാര്യം മറന്നു പോകുന്നു. ആ സ്പോർട്സ് എടുക്കുന്ന കാര്യം പറയുമ്പോഴാണ് കോച്ച് തോമസിനെ കുറിച്ച് പറയുന്നത് കരടിയാണെന്ന് പറയുന്നത്, വളരെ കർശനക്കാരിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലാതെ വേണമെങ്കിൽ അവൾ കയറ്റില്ല, ഇവൾ നല്ലൊരു ഫോർവേഡ് കളിക്കാരിയാണെന്നൊക്കെ മനസ്സിലാവുന്നു. കളിക്കാരിയാകാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ടീമിൽ ചേരാൻ അമ്മമ്മയോട് പറയാൻ ശ്രമിച്ചു, നടന്നില്ല, അമ്മമ്മ സമ്മതിച്ചില്ല. ഓക്കെ, ഇനി ഒരു കുഞ്ഞു പാരഗ്രാഫ് കൂടെ. 5ാമത്തേത്. I was almost back at my classroom door when I heard voices raised in anger as if in some sort of argument. അപ്പോൾ അവൾ തിരിച്ചു വരികയാണ്, പിന്നെ എന്തെടുക്കാൻ വേണ്ടി, സ്പോർട്സ് എടുക്കാൻ വേണ്ടി വരികയാണ്. അതില്ലെങ്കിൽ അവിടെ ക്ലാസ്സിൽ കയറ്റത്തില്ല. അപ്പോൾ ഇവൾ നേരെ ഇങ്ങനെ ക്ലാസ്സിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഹേർഡ് വോയിസസ് റേസ്ഡ് ഇൻ ആങ്കർ, ദേഷ്യത്തോടു കൂടി, ആസിഫ് എന്നാണ് പറഞ്ഞത്, ദേഷ്യത്തെ സംസാരിക്കുന്നത്, ഉറക്ക വോയിസാണ്, ദേഷ്യമല്ല, ആരെക്കുറിച്ച് എന്തൊക്കെ പറയുന്നത് പോലെ. ഇൻ സോർട്ട് ഓഫ് ആർഗ്യുമെൻറ്റ്, അവിടെ തർക്കം നടക്കുകയാണ്, എന്തോ ആരുടെ തർക്കിച്ചുള്ള വർത്തമാനം കേൾക്കുകയാണ് ഉറക്കെ. ഐ സ്റ്റോപ്ഡ്, ഞാൻ ഒരു നിമിഷം നിന്നു. ഐ ഡിഡൻറ്റ് മീൻ ടു ഈവ് സ്റ്റോപ്സ്, ഞാൻ ഈവ് സ്റ്റോപ്പ് എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, ഒളിഞ്ഞു കേൾക്കുക. ഈ പിന്നെ ചില ആൾക്കാർ പറയുന്നതിനൊക്കെ ചിലരിങ്ങനെ ഒഴിഞ്ഞു എന്നെക്കുറിച്ച് പറയണമായിരിക്കും, കൊണ്ടുതന്നെ പറയണമായിരിക്കും, കേട്ടിട്ടില്ലേ? ആളുകൾ പറയുന്നത് ഒളിച്ചു കേൾക്കുന്നത് അത് നല്ല സ്വഭാവമല്ല, ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല, നമ്മളതിലൂടെ തന്നെ ഒരിക്കലും പാടില്ല. നമുക്കറിയേണ്ടത് നമുക്ക് മുമ്പിലെത്തും. നമ്മളെക്കുറിച്ച് ദോഷം പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും നമ്മളെക്കുറിച്ച് അറിയേണ്ടതല്ല, നമ്മൾ എപ്പോഴും അറിയാൻ പറഞ്ഞാൽ നമ്മൾ അറിയാനും പാടില്ല. അപ്പോൾ ഐ ഡിഡൻറ്റ് മീൻ ടു യൂസ് സ്റ്റോപ്പ്, അയ്യോ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഒളിച്ചു കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന്. ഞാൻ ഓട്ടോമാറ്റിക് അവിടെ നിന്നു. കാരണം ഞാൻ ഇപ്പോൾ ക്ലാസ് എൻ്റെ ക്ലാസ് ഡോർ സ്റ്റെപ്പിനകത്ത് സംസാരം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് അവിടെ ഇൻറ്ററപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിട്ടുണ്ടാവണം. നോക്കാം. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ് നോട്ട് നോയിങ് വാട്ട് ടു ഡു. അപ്പം ആപ്പടെ എനിക്ക് വീണ്ടും ഒരു അസ്വസ്ഥത ഉണ്ടായി. ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ പ്രതിഷേധിക്കുന്നില്ല, എന്ത് ചെയ്യണം എന്നുള്ളത്, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ. ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു നിശ്ചയമില്ലായിരുന്നു. ഐ നീഡഡ് ദോസ് ഷോർട്സ് ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്. ആപ്പടെ ലേറ്റായി, ഞാൻ തിരിച്ചു വന്നു. ക്ലാസ് തുടങ്ങിക്കാണും. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്പോർട്സ് ഡ്രസ്സുമായിട്ടോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഞാൻ സ്പോർട്സ് ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി, തിരിച്ചു വന്നു, വളരെ ലേറ്റായി. ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെയാണ് സ്പോർട്സ് ഡ്രസ്സ് എടുക്കാൻ സാധിക്കുക? ബട്ട് ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഇൻറ്ററപ്റ്റ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. അവിടെ വോയിസ് കേട്ടപ്പോൾ ഒക്കെ മനസ്സിലായി എൻ്റെ അധ്യാപകരാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് എൻ്റെ ക്ലാസ് റൂമിനടുത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അധ്യാപകരുടെ സംസാരം തടസ്സപ്പെടും. അത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഒളിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെട്ടില്ല, അവരുടെ സംസാരം തടസ്സപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവൾ നിന്നത്. ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. ഐ റെക്കഗ്നൈസ്ഡ് ദ വോയിസസ്. ആ ശബ്ദം ആരുടെ നിന്നാണ് തിരിച്ചറിഞ്ഞു. മിസ്റ്റർ ഷിമിറ്റ് എന്നാണ് വായിക്കുന്നത്. മിസ്റ്റർ ഷിമിറ്റ് മൈ ഹിസ്റ്ററി ടീച്ചർ ആൻഡ് മിസ്റ്റർ ബോൺ മൈ മാത്സ് ടീച്ചർ. മിസ്റ്റർ ബോണും മിസ്റ്റർ ഷിമിത്തും എന്ന രണ്ട് അധ്യാപകരാണ്. ഷിമിത്ത് എന്ന ഹിസ്റ്ററി ടീച്ചറും ബോൺ എന്ന് പറയുന്നത് മാത്സ് ടീച്ചറും. അവരാണ് അവിടെ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ദേ സെം ടു ബി ആർഗ്യൂവിങ് അബൌട്ട് മീ. എന്നെക്കുറിച്ചാണ് ഉറക്ക വർത്താനം പറയുകയാണ്. അപ്പം ഞാനിങ്ങോട്ട് അവിടെ നിന്നപ്പോഴേ ഒളിച്ച് കേട്ടതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഞാനവിടെ നിന്നപ്പോൾ തന്നെ അവരെ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലായി എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മനസ്സിലായി. ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. എനിക്ക് വിശ്വസിക്കാനായില്ല. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിംഗ് ഓഫ് ഷോക്ക്.
എനിക്ക് ഞെട്ടലുണ്ടായി. കാരണം എന്നെക്കുറിച്ച് എന്ത് സംസാരിക്കാനാണ്, എന്തിനാണ് എന്നെക്കുറിച്ച് തർക്കിക്കുന്നത്? ദാറ്റ് റൂട്ട് മീ ഫ്ലാറ്റ് അഗൻസ്റ്റ് ദ വാൾ. അത് ആ ഞെട്ടലിൽ ഞാൻ നേരെ ചുമരിനോട് ചാരി നിന്നു. ആസ് ഇഫ് ഐ വർ ട്രൈങ് ടു ബ്ലെൻഡ് ഇൻ വിത്ത് ഗ്രാഫ്റ്റി റിട്ടൺ ഡെയർ. ഇവിടെ ഗ്രാഫ്റ്റി എന്ന് പറഞ്ഞ ഒരു ബോർഡ്, പിന്നെ എഴുത്ത് ബോർഡാണ്, റൈറ്റിംഗ് ഓൺ ദ വാൾ. പിന്നെ ഒരു എഴുത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ഞാൻ അറിയാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ ചാരി കുറേ നേരം നിന്നു. അപ്പോൾ ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിംഗ് ഓഫ് ഷോക്ക്. എന്നെക്കുറിച്ചാണെന്ന് അറിഞ്ഞപ്പോഴേക്ക് ഭയങ്കര ഷോക്ക് ഉണ്ടായി, ഞെട്ടലുണ്ടായി. ദേ റൂട്ടഡ് മീ ഫ്ലാറ്റ് എഗൻസ്റ്റ് ദ വാൾ. അത് എന്നെ നേരെ ചുമരിലോട്ട് വലിച്ച് കൊണ്ട് ചായച്ച് നിർത്തി. ഇഫ് ഐ വർ ട്രൈങ് ടു ബ്ലെൻഡ് ഇൻ വിത്ത്, ഞാൻ ആ ചുമരിലുള്ള ആ എഴുത്ത് ബോർഡിലൂടെ ചാഞ്ഞ് നിന്ന് സമയം കുറേ നിൽക്കേണ്ടി വന്നു. ഞാൻ അങ്ങനെ അസ്വസ്ഥതയായിട്ട് ചുമരിലൂടെ ചാരി നിന്നു. എന്തിനാണ് എന്നെക്കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ എത്രയും വലിയ ഹീറോയിനാണോ? ഞാനൊരു ഒന്നുമില്ലാത്തവളെ പാവപ്പെട്ടവളല്ലേ? എന്തിനായിരിക്കും എന്നെക്കുറിച്ച് സംസാരിക്കുന്നത്? ആ സംസാരം നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്ന് ഇത്രയും ആണ്. ഇനി ഇതിൻ്റെ വർക്ക് തരികയാണ്. അപ്പോൾ ആദ്യം സൈഡിൽ നാലാമത്തെ ചോദ്യം സൈഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദിസ് ഓൺ ദറ്റ് സ്കോളർഷിപ്പ് ജാക്കറ്റ് വാസ് ഓൺലി. അത് അല്ല. നാലാമത്തെ, ഹൗ ഡസ് മാർത്ത ഡിസ്ക്രൈബ് ഹെർസെൽഫ്. മാർത്ത അവളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? മാർത്ത അവളെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അവൾ ഒരു തിൻ ഗേളാണ്. ബീൻ ബോൾ പോലെയും സ്ലിംഗ് ബീൻ പോലെ എല്ലാവരും വിളിക്കും. ഷീ ലുക്സ്, ബട്ട് ഹവർ ദാറ്റ് ഷേപ്പ്, ദാറ്റ് തിക്നെസ് മേക്ക് നോ ഡിഫറൻസ് ഓഫ് ഹർ വർക്ക് ആൻഡ് സ്റ്റഡി. പഠിക്കുന്നതിനും വർക്ക് ചെയ്യുന്നതിനും അതൊരു പ്രശ്നമല്ല എന്നാണ് അതാണ് അതിൻ്റെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നാലാമത്തെ ചോദ്യമാണ് ഒന്നാമത്തെ നമ്മൾ എഴുതുന്നത്. ഇനി രണ്ടാമത്തത്, റീഡ് ദ പാസേജ് and answer the following. പെട്ടെന്ന് എഴുതുക. read the passage and answer the following. 1, 2, 1. Why the students stared at the windows? Why the students stared at the windows? എന്തുകൊണ്ടാണ് അവർ ജനൽ നേരെ ജനൽ നോക്കി സമയം ചെലവഴിച്ചത്? ഓക്കെ. 2. Why Martha despaired? Why Martha despaired? Why Martha? She was despaired about herself. Whenever she looked at the mirror, she felt ashamed of her thin body. And the answer. Why Martha despaired? അടുത്ത മൂന്നാമത്തെ ചോദ്യം, 2 മൂന്നാമത്തെ ചോദ്യം. way to America. Way to gym class. Way to gym class. What does Martha think? What does Martha think? Way to gym class. What does Martha think? ജിം ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്ത് എന്താണ് മാർത്ത ചിന്തിച്ചത്? Another hour of sitting and basketball and displaying her toothpick legs. While displaying her toothpick legs, there was a basketball class. Okay, മൂന്നാമത്തെ എഴുതി. അടുത്ത നാലാമത്തത്.
pea, shorts placed? Where was her pea shorts placed? Where was her pea shorts placed? Pea shorts എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഇനി who was referred to as bear and why? Who was referred to as bear? കരടിയായിട്ട് വിളിച്ച് സൂചിപ്പിക്കുന്ന ആരെയാണ്? എന്തുകൊണ്ടാണെന്നറിയാം? ഷി വാസ് വെരി മോർ സ്ട്രിക്റ്റ്. ഷി വിൽ നോട്ട് അലൗ എനി വൺ ടു എൻ്റർ ദ ക്ലാസ് റൂം വിത്തൗട്ട് പീ ഷോർട്സ്. ഇതിനകത്ത് ആറാമത്തത് what grandma did not allow. What grandma did not allow. Grandma അനുവദിക്കാത്തത് എന്താണ്? ആ ലാസ്റ്റ് സെൻറ്റൻസിൽ എന്താണ്? മാർത്ത വാസ് എ ഫോർവേഡ് പ്ലെയർ. ദ കോച്ച് ട്രൈഡ് to include her in the team, but grandma did not allow. അടുത്ത ഏഴാമത്തത് who were arguing in the classroom door of Martha. Who were arguing in the classroom door of Martha? മാർത്തയുടെ ക്ലാസ് റൂം ഡോറിൽ വെച്ച് ആരൊക്കെയാണ് ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നത്? 8 why Martha stopped. മാർത്ത എന്തുകൊണ്ടാണ് നിന്നത്? രണ്ട് കാര്യമുണ്ട്. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ലൈക്ക് eavesdrop, and also she did not want to interrupt in the talk of her teachers. ഇനി ഒമ്പതാമത്തത് find alternate words of the following. Find alternate words of the following. 1 to lose hope. 2 listen secretly. ഒമ്പതെണ്ണം രണ്ടെണ്ണം മതി. പിന്നെ അതൊക്കെ ഹെസിറ്റേറ്റിന് റെക്കഗ്നൈസ്ഡ് ഒന്നൊക്കെ അർത്ഥങ്ങൾ ശ്രദ്ധിച്ചോണം. അതൊക്കെ വൺ വേർഡായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ 9 മാർക്ക്. അപ്പോൾ 10 മാർക്ക് മൊത്തത്തിലായി. ഇതിന് 9 പാരഗ്രാഫിൽ ചോദ്യം 9, മറ്റത് സൈഡിലൊന്ന് ഒരു ചോദ്യം 10. ഇനി ഒരു ചോദ്യം കൂടെ 5 മാർക്കിന്. മൂന്നാമത്തെ മെയിൻ ചോദ്യം, imagine that you are Martha. You are despaired at every time.
You are despaired at every time of your body shape. Imagine that you are Martha, you are despaired at every time about your body shape. Imagine that you are Martha, you are despaired at every time about your body shape. You want to share the feeling with Rosie. Write a likely letter. 5 മാർക്ക്. Write a likely letter എന്ന് പറഞ്ഞാണ്. Imagine that you are Martha. You are despaired at every time about your body shape. You want to share the feeling with Rosie. Rosie is a sister. With Rosie, your sister, and എഴുതിയാൽ മതി. ഫീലിംഗ് വിത്ത് റോസി. റൈറ്റ് എ ലൈക്ലി ലെറ്റർ. അപ്പോൾ ഇത് എഴുതുമ്പോൾ അവളെ സ്റ്റീം ബീൻസ് എന്ന് വിളിക്കുന്ന കാര്യം, കളിയിൽ അവളെ ഉണക്കക്കാലിട്ട് കളിക്കുന്ന കാര്യം, ആ ഫീലിങ്സ് ഒക്കെ വരത്തക്ക രീതിയിൽ സഹോദരിക്കാണ് ഷെയർ. അപ്പം നിങ്ങൾ മാർത്ത വിചാരിച്ച് നിങ്ങൾ സഹോദരിക്ക് ഇടുന്നത് പോലെ നിങ്ങളുടെ ഫീലിംഗ്, നിങ്ങൾ ഉണക്കാണ് വിചാരിച്ചു കൊണ്ടൊരു ഫീലിംഗ് മനസ്സിലേക്ക് ഇട്ടിട്ട് പാഠഭാഗത്തെ ആസ്പദമാക്കി നിങ്ങൾ മാക്സിമം ഒരു പേജിനപ്പുറം ആകരുത്. ഒരു വലിയ പാരഗ്രാഫ്, ഒരു കുഞ്ഞു പാരഗ്രാഫ്, അത്രയും മതി. കറക്റ്റായിട്ടുള്ള സല്യൂട്ടേഷൻ കൊടുക്കുക. ഇത് ഫാമിലി ലെറ്ററാണ്. അങ്ങനെ ഒരു 5 മാർക്കിൻ്റെ ചോദ്യം. അങ്ങനെ മൊത്തം 15 മാർക്കിനാണ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, ബൈ, താങ്ക് യു.